ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് നല്ല ഒരു ചിക്കൻ തീയൽ ഉണ്ടാക്കിയാലോ. എന്നാൽ ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും വറുത്തിടുന്നില്ല. ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തീയലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്കിതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാനൊരു 7-8 ഇതേപോലെയുള്ള വറ്റൽമുളകാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 ടീസ്പൂണോളം ഉള്ള മല്ലിയും കൂടെ മുഴുവനെയുള്ള മല്ലിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള പെരിഞ്ജീരകം, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 2 ഗ്രാമ്പൂ. ഇത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് വറുത്തെടുക്കണേ. അപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു മസാല കണ്ട നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് വറുത്തെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് തണുത്ത് കഴിഞ്ഞൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാൻ തന്നെ വെച്ചു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി ഞാനൊന്ന് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഈ എണ്ണയിലിട്ടൊന്ന് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ പൊടിച്ചുകൊണ്ട് വരുന്നിരുന്ന നമ്മളുടെ സ്പെഷ്യൽ മസാലയില്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ ഒരു മസാല ഈ ഒരു തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ എണ്ണ തെളിയുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ആ മസാലയുടെ ആ ഒരു നല്ല മണമൊക്കെ വന്നു തുടങ്ങി. അതേപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ അതേ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 4 സവാള നീളത്തിലരിഞ്ഞതും 1 പച്ചമുളക് നെടുകെ കീറിയതും കൂടെയാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇനി നല്ല രീതിയിൽ നമ്മളുടെ സവാളയൊന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സവാള കണ്ട് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആ ടൈമിലേക്ക് ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം ഒന്ന് മാറ്റിയെടുക്കാം. മാറ്റിയെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് നമ്മുടെ സവാള ഒന്നും കൂടെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം. ഈ ടൈം ആകുമ്പോൾ നമ്മുടെ മസാലയില്ലേ, അരച്ചുകൊണ്ട് വന്നിരുന്ന ആ മസാല നമുക്ക് മൊത്തത്തിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. മസാല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ മസാലയൊന്ന് വഴറ്റി എണ്ണ തെളിയുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല കണ്ടോ നല്ല രീതിയിൽ കളറൊക്കെ ചേഞ്ചായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാലയിലിട്ട് നമ്മളുടെ ചിക്കൻ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് നമ്മളുടെ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിനി കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പോളം ഉള്ള അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തൈരിൽ കിടന്നാണ് നമ്മളുടെ ഈ ചിക്കൻ കറി നല്ല രീതിയിൽ വെന്ത് റെഡിയായി വരേണ്ടത്. വെള്ളമൊന്നും നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് യൂസ് ചെയ്യരുത്. അപ്പോൾ നല്ല രീതിയിൽ തൈരിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇനി ഈ ചിക്കൻ നല്ല രീതിയിൽ കുക്കായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നമ്മളുടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയുടെ ആ ഒരു കളറൊക്കെ ചേഞ്ചായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കണ്ടോ, നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തില്ല. പക്ഷേ നമ്മളുടെ കുറുകിയ ചാറാണ് നമ്മളുടെ ചിക്കൻ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ ഒരു ചിക്കൻ കറി കഴിക്കാൻ. വെള്ളമൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യരുത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് താളിച്ചിടണം. താളിച്ചിടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു 7-8 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് തേങ്ങാക്കൊത്തും ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഇവിടെ ചിക്കൻ കറി റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല ചൂടോടുകൂടി കഴിക്കാനും അതേപോലെ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ആ ഒരു തൈരിലൊക്കെ കിടന്ന് വെന്ത് വന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ ആ ഗ്രേവിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ചപ്പാത്തി, ചൂട് ചോറ്, പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കിഡു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.